ഐ ആം നോട്ട് ദാറ്റ് വുമൺ ബൈ കിഷ്വർ നഹീദ്. നമുക്കാദ്യം ഓഥറിനെ പറ്റി നോക്കാം. കിഷ്വർ നഹീദ് ഈസ് എ വുമൺ റൈറ്റർ ആൻഡ് ഷീസ് ഫ്രം പാകിസ്ഥാൻ. പാകിസ്ഥാനിലുള്ള ഒരു ഉറുദു പോയറ്റാണ് ഈ കിഷ്വർ നഹീദ് എന്ന് പറയുന്നത്. ആൻഡ് ഫെമിനിസ്റ്റ് പോയട്രി ഒക്കെ എഴുതിയ ഒരുപാട് പയനിയർ ആയിട്ടുള്ള ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ് ഇവർ. അതുമാത്രമല്ല ഉത്തർപ്രദേശിലെ സെയ്ദ് ഫാമിലിയിലാണ് ഈ ഒരു പോയറ്റ് ജനിക്കുന്നതും. അതുമാത്രമല്ല പാർട്ടീഷൻ്റെ ടൈമിലുണ്ടായിരുന്ന ഒരുപാട് വയലൻസും കാര്യങ്ങളൊക്കെ വിറ്റ്നസ് ചെയ്താണ് ഇവർ വളർന്നു വന്നതും കാര്യങ്ങളൊക്കെ. അതുമാത്രമല്ല ഇവരുടെ ആ ഒരു റൈറ്റിങ്സൊക്കെ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഏത് റൈറ്റിങ്സ് എടുത്താലും ഫെമിനിസ്റ്റ് പോയിൻ്റ് ഓഫ് വ്യൂവിലായിരിക്കും ഇവർ എഴുതിയിരിക്കുന്നത്. ബിക്കോസ് ഈ ഒരു പാർട്ടീഷൻ്റെ ടൈമിൽ വുമൺ നേരിട്ട ആ ഒരു സെക്ഷുവാലിറ്റി, ഒബ്ജക്റ്റിഫിക്കേഷൻ, വയലൻസ് കാര്യങ്ങളൊക്കെ ഇവർ കണ്ടു വളർന്നുകൊണ്ട് തന്നെ അവരുടെ റൈറ്റിങ്സിലുടനീളം ആ ഒരു കാര്യങ്ങളെല്ലാം പ്രതിധ്വനിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഒരുപാട് കളക്ഷൻസ് ഓഫ് പോയംസ് എഴുതിയിട്ടുണ്ട്. പിന്നീട് അതൊക്കെ ഇംഗ്ലീഷിലേക്കും സ്പാനിഷിലേക്കും ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുമുണ്ട്. ഈ ഒരു ഐ ആം നോട്ട് ദാറ്റ് വുമൺ എന്ന് പറയുന്ന ഈ ഒരു പോയത്തിനകത്ത് നഹീദ് പറയുന്നതെന്ന് വെച്ചാൽ ഫീമെയിൽ ബോഡിയെ എങ്ങനെയാണ് സൊസൈറ്റി ഒബ്ജക്റ്റിഫൈ ചെയ്യുന്നത്, അവരെങ്ങനെയാണ് നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത് എന്നൊക്കെ ഉള്ളതാണ്. അതിന് എഗെയിൻസ്റ്റായിട്ട് തൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ പറയുകയാണ് നഹീദ് ഇവിടെ. എങ്ങനെയാണ് സ്ത്രീകളെ ഒരു സന്തോഷത്തിൻ്റെ ഒരു പ്ലഷറിൻ്റെ ഒരു ഒബ്ജക്റ്റായിട്ട് ആൾക്കാർ ട്രീറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെങ്ങനെയാണ് ഒരു സ്ലേവായിട്ട് ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളതാണ് ഈ ഒരു ഇതിനകത്ത് പറയുന്നത്. ഓക്കെ, I am not that woman selling you socks and shoes. Remember me, I am the one you hid in your walls of stone while you roamed free as a breeze, not knowing that my voice cannot be smoothed by stones. I am not that woman selling you socks and shoes. ഞാൻ ഷൂസോ സോക്സോ വിൽക്കുന്ന ആ ഒരു സ്ത്രീ അല്ല. റിമെമ്പർ മീ, ഒന്ന് ഓർക്കുക, ഐ ആം ദ വൺ യു ഹിഡ് ഇൻ യുവർ വാൾസ് ഓഫ് ദ സ്റ്റോൺസ്. ഞാനെന്ന് പറയുന്നത് എന്നെ നിങ്ങളാണ് ഈ ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ ആ ഒരു മതിലിനുള്ളിൽ ഹിഡ് ചെയ്തത്, ഒളിപ്പിച്ച് വെച്ചത്. വൈൽ യു റോംഡ് ഫ്രീ ആസ് എ ബ്രീസ്, നിങ്ങൾ ബ്രീസ് പോലെ, ഒരു കാറ്റ് പോലെ റോം ചെയ്തപ്പോൾ, ചുറ്റിക്കറങ്ങി നടന്ന സമയത്ത്, നിങ്ങൾ ഫ്രീഡം എൻജോയ് ചെയ്ത സമയത്ത് എന്നെ എന്ത് ചെയ്തു, വാൾസിനുള്ളിൽ, വീടിനുള്ളിൽ എന്ത് ചെയ്തു, തളച്ചിട്ടു. നോട്ട് നോയിങ് ദാറ്റ് മൈ വോയിസ് കനോട്ട് ബി സ്മൂത്തഡ് ബൈ സ്റ്റോൺസ്. അന്ന് നിങ്ങൾക്കറിയില്ലായിരുന്നു എൻ്റെ ശബ്ദത്തെ ഒരിക്കലും നിങ്ങൾക്ക് കെട്ടിമറയ്ക്കാനായിട്ട്, സൊസൈറ്റിയിൽ നിന്ന് കെട്ടിമറയ്ക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. അപ്പോൾ ഇതിലൂടെ, ഈ ഒരു ഫസ്റ്റ് സ്റ്റാൻസയിലൂടെ നമ്മുടെ ഓഥർ പറയുന്നതെന്ന് വെച്ചാൽ, ഒരു പാട്രിയാർക്കിയൽ സൊസൈറ്റിയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ആ ഒരു സ്ത്രീകളെ എന്ത് ചെയ്യുന്നില്ല, അവരുടെ ഇഷ്ടത്തിന്, അവരുടെ ഫ്രീഡത്തിനനുസരിച്ച് വിടുന്നുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല എപ്പോഴും ആ ഒരു മെയിൽ ഡോമിനൻസ്, പാട്രിയാർക്കൽ സൊസൈറ്റി എന്ന് പറയുമ്പോൾ അറിയാം മെയിലാണ് മെയിനായിട്ട് നിൽക്കുന്നത്, എല്ലാ റൈറ്റ്സും മെയിൽസിന് അവകാശപ്പെട്ടതാണ് എന്ന് പറയുന്ന ആ ഒരു കണ്ടൻ്റാണ്. അപ്പോൾ അങ്ങനെ നിൽക്കുന്ന സമയത്ത് വുമൺ ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർക്ക് റൈറ്റ്സ് ഇല്ല, എബൌട്ട് ടു മൂവ് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല, തിങ്ക് ചെയ്യാനുള്ള ഫ്രീഡം ഇല്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. I am the one you crushed with the weight of custom and tradition, not knowing that light cannot be hidden in darkness. Remember me, I am the one who slapped you, picked flowers and planted thorns and embers, not knowing the chains cannot smoother by fragrance. കസ്റ്റങ്ങളുടെയും ട്രഡീഷൻ്റെയും പേരിൽ ഞങ്ങൾ അനുഭവിച്ച, അല്ലെങ്കിൽ ഒരുപാട് കൾച്ചറൽ ബർഡൻസ് എൻ്റെ തലയിലിട്ടതെന്ന് നിങ്ങൾ ഞങ്ങളെ എന്ത് ചെയ്തു, ക്രഷ് ചെയ്തു, ഇല്ലാണ്ടാക്കി. നോട്ട് നോയിങ് ദാറ്റ് ലൈറ്റ് കനോട്ട് ബി ഹിഡൻ ഇൻ ഡാർക്ക്നെസ്. അന്ന് നിങ്ങൾ ഓർത്തില്ല ഒരിക്കലും ലൈറ്റിനെ ഇരുട്ടിൻ്റെ മറവിൽ കുറേ നാൾ ഹിഡൻ ചെയ്ത് വെച്ചിരിക്കാൻ പറ്റില്ല എന്നുള്ളത്. ഇവിടെ ലൈറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളുടെ ആ ഒരു സ്വഭാവത്തെയും, അല്ലെങ്കിൽ അവരുടെ ആ ഒരു നോളജ്, അറിവിനെയൊക്കെയാണ്. ഓക്കെ, റിമെമ്പർ മീ, എന്നെ ഓർക്കൂ, ഐ ആം ദ വൺ ഇൻ ഹൂസ് ലാബ് യു പിക്ഡ് ഫ്ലവേഴ്സ്. പണ്ട് നീ എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ മടിയിൽ നീ പുഷ്പങ്ങൾ തിരഞ്ഞു. ആൻഡ് പ്ലാന്റഡ് തോൺസ് ആൻഡ് എംബേഴ്സ്. പക്ഷേ അതിനു മുമ്പ് നീ എൻ്റെ മടിത്തട്ടുകളിൽ തന്നതെന്താണ്, മുള്ളുകളും എംബേഴ്സ് എന്ന് വെച്ചാൽ തീപ്പൊരികളുമാണ് വിതച്ചത്. നോട്ട് നോയിങ്, അന്ന് നീ അറിഞ്ഞിരുന്നില്ല, ദാറ്റ് ചെയിൻസ് കനോട്ട് സ്മൂത്തർ മൈ ഫ്രാഗ്രൻസ്. അതായത് ഒരു ചെയിനുകൾ കൊണ്ട്, ഒരു
ഒരു കെട്ടുകൾ കൊണ്ടോ എൻ്റെ ഫ്രാഗ്രൻസിനെ, ഇവിടെ ഫ്രാഗ്രൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് സുഗന്ധത്തെയാണ്, അത് ഇൻഡയറക്റ്റ്ലി പറയുന്നത് എൻ്റെ അഭിമാനത്തിനെയോ അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റിയോ കെട്ടി ഒളിപ്പിക്കാമെന്ന് നിനക്ക് അന്ന് നീ അറിഞ്ഞിരുന്നില്ല. അതായത് പണ്ട് സ്നേഹമായോ ആശ്രയമായോ ഒക്കെ നീ എന്നെ തൊടുമ്പോൾ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എന്നെ നീ വേദനിപ്പിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്. നീ എന്നെ ഒരേ സമയത്ത് ഉപയോഗിക്കുകയും ചെയ്തു, അതേ സമയത്ത് എന്നെ നീ വേദനിപ്പിക്കുകയും ചെയ്തു. I am the woman whom you bought and sold in the name of any unchastity, not knowing that I can walk on water when I am drowning. ഞാനാണ് ആ സ്ത്രീ. നിങ്ങൾ എന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തു. എന്തിൻ്റെ പേരിൽ? എൻ്റെ തന്നെ വിർജിനിറ്റിയുടെ പേരിൽ നിങ്ങൾ എന്നെ വാങ്ങുകയും വിൽക്കുകയും ചെയ്തു. അന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നില്ല ദാറ്റ് ഐ ക്യാൻ വാക്ക് ഓൺ ദി വാട്ടർ, എനിക്ക് ജലത്തിലൂടെ നടക്കാൻ സാധിക്കും. വെൻ ഐ ആം ഡ്രൗണിങ്, ഞാൻ ജലത്തിൽ മുങ്ങിപ്പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ ഞാൻ മുങ്ങിക്കൊണ്ടിരുന്നാലും എനിക്ക് വെള്ളത്തിലൂടെ നടക്കാനുള്ള ഒരു കഴിവുണ്ട്. അപ്പോൾ ഇവിടെ പറയുന്നത് സ്ത്രീകളെ എങ്ങനെയാണ് സൊസൈറ്റി ഒരു കമ്മോഡിറ്റി ആയിട്ട് കാണുന്നത്. ഓക്കെ, എങ്ങനെയാണ് സ്ത്രീകളെ സൊസൈറ്റി ഒരു വിൽപ്പന ചരക്കായിട്ട് കാണുന്നത്? നമുക്ക് തന്നെ അറിയാം, ഒരുപാട് അഡ്വർടൈസ്മെൻറ്റിലും കാര്യങ്ങളിലുമൊക്കെ സ്ത്രീകളെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ബ്യൂട്ടി പ്രോഡക്ട്സ് ആയിരുന്നാലും എന്തായിരുന്നാലും സ്ത്രീകളുടെ ബോഡി ഒബ്ജക്റ്റിഫൈ ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് തന്നെയാണ് ആ പരസ്യങ്ങൾ എന്ത് ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് നല്ല റീച്ച് എത്തുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിൽ സ്ത്രീകളെ നിങ്ങൾ എന്നെ എന്തായിട്ടാണ് കണ്ടത്? ഒരു കമ്മോഡിറ്റി, ഒരു വിൽപ്പന ചരക്കായിട്ടാണ് കണ്ടത്. എൻ്റെ തന്നെ വിർജിനിറ്റിയുടെ പേരിൽ നിങ്ങൾ എന്നെ വിൽപ്പന ചരക്കാക്കി കണ്ടു. അന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നില്ല. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു വെള്ളത്തിൽ മുങ്ങിപ്പോയി കഴിഞ്ഞാലും ആ വെള്ളത്തിലൂടെ നടക്കാനുള്ള കഴിവ് എനിക്കുണ്ട്. ആ ഒരു ഡ്രൗണിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പീഡനം, ഒബ്സ്റ്റക്കിൾസ് ഒക്കെയാണ്. ലൈഫിൽ ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ആയിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ വന്നാലും അതിലൂടെയൊക്കെ കടന്നു പോകാനുള്ളൊരു കഴിവ് ആർക്കും അടങ്ങുന്ന സ്ത്രീ സമൂഹത്തിന് ഉണ്ട്. ഐ ആം ദ വൺ യു മാരീഡ് ഓഫ് ടു ഗെറ്റ് റിഡ് ഓഫ് എ ബർഡൻ, നോട്ട് നോയിങ് ദാറ്റ് എ നേഷൻ ഓഫ് ക്യാപ്റ്റീവ് മൈൻഡ് കനോട്ട് ബി ഫ്രീ. ഐ ആം ദി വൺ, ഞാൻ തന്നെയാണ് നിങ്ങളെന്നെ എന്ത് ചെയ്തു, മാരി ചെയ്യിച്ചയച്ചു, കല്യാണം കഴിപ്പിച്ചയച്ചു. ടു ഗെറ്റ് റിഡ് ഓഫ് ദി ബർഡൻ, നിങ്ങളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ തലയിലുള്ള ഒരു ഭാരം ഒഴിയാൻ വേണ്ടി എന്നെ കല്യാണം കഴിപ്പിച്ചയച്ചു. നോട്ട് നോയിങ്, അന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നില്ല ദാറ്റ് എ നേഷൻ ഓഫ് ക്യാപ്റ്റീവ് മൈൻഡ് കനോട്ട് ബി ഫ്രീ, സ്ത്രീകളുടെ മനസ്സുകൾ അടിച്ചമർത്തപ്പെടുന്ന ഒരു സമൂഹം മുഴുവൻ കാപട്യവും അടിമത്തവും നിറഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള രാഷ്ട്രങ്ങൾ ഒരിക്കലും സ്വാതന്ത്ര്യമാകാൻ പോകുന്നില്ല എന്നുള്ള കാര്യം അന്ന് നിങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഓക്കെ, ഇത് ആക്ച്വലി ആ ഒരു പണ്ട് കാലഘട്ടത്തിലൊക്കെ പെൺകുട്ടികൾ ജനിക്കുന്ന സമയത്ത് വീട്ടുകാർ സ്വയം എന്ത് ചെയ്യുന്നുണ്ട്, ആ കുട്ടികളെ ചിലപ്പോൾ കൊന്നു കളയുന്നുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു ബർഡനായിട്ട് അവരെ ട്രീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. കെട്ടിച്ച് വിടണം അല്ലെങ്കിൽ പെട്ടെന്ന് കല്യാണം കഴിപ്പിച്ച് അയക്കണമെന്നൊക്കെ ഒരു തോട്ട് അവർക്കുണ്ടാവുന്നു. സോ അത് നേരത്തെ ചിന്തിച്ചിട്ടവരെന്ത് ചെയ്യും, കുട്ടികളെ ഒരു ഭാരമാക്കി കണ്ട് കുട്ടികളെ കൊണ്ട് കളയുമായിരുന്നു. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്കെതിരെ പറയുന്ന ഒരു സ്റ്റാൻസയാണ് ഈ പറയുന്നത്. ഓക്കെ, I am the commodity you traded in, my chastity, my motherhood, my loyalty. Now it is time for me to flower free, the woman on the poster, half naked, selling socks and shoes. No, I am not that woman. ഒരു ലാസ്റ്റ് സ്റ്റാൻസയിൽ സ്പീക്കർ പറയുന്നത് ആ ഒരു വുമണിനെ എങ്ങനെയാണ് ആൾക്കാർ വിൽപ്പന ചരക്കായിട്ട് മാറ്റുന്നത് എന്നുള്ളതാണ്. അവളുടെ ആ ഒരു വിർജിനിറ്റി ആരും വാല്യൂ ചെയ്യുന്നില്ല, മദർഹുഡിനെ, മാതൃത്വത്തിനെ ആരും റെസ്പെക്റ്റ് ചെയ്യുന്നില്ല, അവളുടെ ആ ഒരു ലൊയാലിറ്റി, അവളെന്താണ് 100% കൊടുത്ത് നിൽക്കുന്ന ആ ഒരു ലൊയാലിറ്റി ആരും എന്ത് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നൗ ഇറ്റ് ഈസ് ടൈം ഫോർ മീ ടു ഫ്ലവർ ഫ്രീ, ഇനി എൻ്റെ സമയമാണ്, എനിക്ക് എന്തിനുള്ള എൻ്റെ ഫ്രീഡത്തിൻ്റെ സമയം ആണ്. ദ വുമൺ ഓൺ ദ പോസ്റ്ററിലൂടെ പോയിട്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെയാണ്, ഒരുപാട് അഡ്വർടൈസ്മെൻറ്റ് കാര്യങ്ങളിൽ കൊമേഴ്സ്യൽ പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് സ്ത്രീകളുടെ ബോഡി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനെ സ്പീക്കറിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സോ അതിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ദ വുമൺ ഓൺ ദാറ്റ് പോസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു വരി സ്പീക്കറോട് ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ദ സ്പീക്കർ കനോട്ട് ടോളറേറ്റ് ദ പ്രൊജക്ഷൻ ഓഫ് ദ ഫീമെയിൽ ബോഡി ഫോർ കൊമേഴ്സ്യൽ പർപ്പസസ്. ഓക്കെ, ആൻഡ് എഗെയിൻ പോയിട്ട് ലാസ്റ്റ് പറയുന്നത് ഐ ആം നോട്ട് ദാറ്റ് വുമൺ. ഇത്രയും നേരം ഫസ്റ്റ് സ്റ്റാൻസയിലും ഐ ആം നോട്ട് ദാറ്റ് വുമൺ എന്ന് പറഞ്ഞു.
ഇപ്പോൾ ലാസ്റ്റ് സ്റ്റാൻസയിലാണ് പറയുന്നത് ഐ ആം നോട്ട് ദാറ്റ് വുമൺ എന്ന്. ഇതിനിടയ്ക്ക് പറഞ്ഞതിലെല്ലാം ഐ ആം ദി വുമൺ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഐ ആം ദി വുമൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകൾ ഇന്ന് നേരിടുന്ന പ്രശ്നങ്ങളാണ്, അവർ നേരിട്ടുകൊണ്ടിരുന്ന സെക്ഷലൈസേഷനാണ്, ഒബ്ജക്റ്റിഫിക്കേഷനാണ്, നേരിടുന്ന ഓരോ കാര്യങ്ങളുമാണ്. പക്ഷേ ഐ ആം നോട്ട് ദാറ്റ് വുമൺ എന്ന് പറയുന്ന ആ ഒരു വരിയിലൂടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ഈ ഒരു കാറ്റഗറിയിലൊന്നും തന്നെ പെടില്ല. ഞാൻ എന്താണ്, ഞാൻ എൻ്റേതായിട്ടുള്ള ഇഷ്ടത്തിന്, എൻ്റേതായിട്ടുള്ള ലിബേർട്ടിയിൽ, എൻ്റേതായിട്ടുള്ള ഫ്രീഡത്തിൽ ജീവിക്കാനായിട്ട് പോവുകയാണ് എന്നുള്ള ഒരു അർത്ഥം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഐ ആം നോട്ട് ദാറ്റ് വുമൺ എന്ന് പറയുന്ന ആ ഒരു വരി ലാസ്റ്റിലത്തേക്ക് കൊണ്ടുവന്ന് എന്ത് ചെയ്തേക്കുന്നത്, പ്രൊജക്റ്റ് ചെയ്തിരിക്കുന്നത്. ഐ തോട്ട് ദിസ് ടോപ്പിക് ഈസ് ക്ലിയർ ഫോർ യു ഗൈസ്. ഇഫ് യു ഗെറ്റ് the topic, please do subscribe and like my channel. Thank you.